It's me, Pretty Catherine, signing into വീഡിയോയിലായ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇതൊരു കടന്നൽ കുല. ഞങ്ങൾ പോലും കടന്നു ചെല്ലാൻ സമയം കിട്ടാത്ത ഞങ്ങളുടെ സ്വന്തം സിറ്റ് ഔട്ട് കയ്യേറി ഒരു കുടുംബം തന്നെ ആരംഭിച്ചു ബാബു കടന്നൽ. ബാബു കടന്നലിനെ കുറ്റം പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ഞങ്ങൾ അന്താക്ഷരി കളിക്കാനെങ്കിലും സിറ്റ് ഔട്ടിൽ പോയിരിക്കാറുള്ളതാ. ഇപ്പൊ സമയവുമില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും കൊതുകും വരും. ഒരു ദിവസം സിറ്റ് ഔട്ടിൽ വെച്ച് ഹെൽമെറ്റ് എടുക്കാൻ പോയപ്പോൾ ബാബു കടന്നൽ ആ പ്രദേശത്തിന്റെ അധികാരി എന്തിനത് ആരട എന്റെ ഏരിയയിൽ നിന്ന് ഭാവത്തോടെ എന്റെ ചേട്ടൻ അർപ്പിതിന് ഒരു പണി കൊടുത്തു. ആദ്യം ചേട്ടൻ ഒച്ചയെടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ചിരിച്ചെങ്കിലും കൈ വീർത്തപ്പോ കാര്യം ഗൗരവമായി തീർന്നു. അതിനിടയിൽ കടന്നൽ കുത്തിയാൽ ആസിഡാണോ അതോ ബേസ് ആണോ എന്ന് ഉള്ള തർക്കമായി. അവസാനം ആസിഡ് വെറ്റിയാൽ സംഭവം ഒതുക്കാമെന്ന് മനസ്സിലായി. അതനുസരിച്ച് ചെറുനാരങ്ങ നീര് കുത്തിയ സ്ഥലത്ത് പറ്റി കാര്യം സെറ്റാക്കി. പക്ഷേ പക അത് വീട്ടാനുള്ളതാണ്. ശരിക്കും അർപ്പിതാണോ ബാബു കടന്നലാണോ അതിരി കടന്നെന്ന് നമുക്കറിയണം. ബാബു കടന്നലാണെന്ന് വെച്ച് അതിരി കടന്നാൽ ഒരു പാഠം പഠിപ്പിക്കും എന്ന് കരുതി ആരംഭിച്ച കുരുതിയാണ് നാം കാണുന്നത്. പടക്കൊരുങ്ങി പൊരുതി അവസാനം ബാബു കടന്നലിനെ പിടികൂടി. ഷൂട്ടിങ്ങിന്റെ ലൈറ്റ് അടിച്ച് ഞാൻ അവനെ മാനസികമായി തളർത്തി. പടക്കുന്നുണ്ടാവും. ബാബു കടന്നലിന്റെ തലയറുത്തു. ബാബു കടന്നൽ ഒഴികെ പ്രായമായ എല്ലാ കടന്നലും പറന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലും ഞങ്ങളെ ഉന്നമിക്കുന്നുണ്ടായിരുന്നു. തീയും ചൂലും തോക്കും വാളും പൈസയും എല്ലാവരെയും തുരുത്തി. പക്ഷെ ആ തിരക്കിനിടയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പക അത് വീട്ടാനുള്ളതാണ്. ബാബു കടന്നലിന്റെ ഉഷിർ തീരുന്നില്ല. തലമുറച്ചിട്ടും പിടച്ചിൽ തീരുന്നില്ല. തല ശാന്തമായി. അതിനിടയിൽ ആരോ വന്ന് നോക്കിപ്പോയി. ഞങ്ങൾക്കുള്ള അടുത്ത കൊട്ടേഷനാണോ ഈ പറഞ്ഞു നടക്കുന്നത്? കടന്നലിന്റെ ഉഷിര് പുറകിലാണോ എന്നൊരു സംശയമുണ്ട്. പല്ലിക്ക് വാലിൽ നിന്നോണം. അർപ്പിത ചേട്ടന്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല. ബാബു മരണത്തോട് മല്ലടിക്കുമ്പോൾ ബാബുവിന്റെ കൊട്ടാരം അടുത്തേക്ക് നീക്കി വെച്ച് കൊടുക്കാനുള്ള അർപ്പിതന്റെ ആ മനസ്സ് സമ്മതിക്കണം. തലയില്ലാത്ത ബാബു കടന്നൽ ഒന്ന് മാറിക്കിടന്ന് പിടയാൻ നോക്കി. സമ്മതിച്ചില്ല. തലയേറ്റ കണ്ണുകൾ കാണട്ടെ നിന്റെ അവസാന പിടച്ച്. തല മുറിച്ചിട്ടിട്ടും ശരീരത്തിന്റെ പിടച്ചിൽ കുറെ നേരം നിൽക്കുന്നുണ്ട്. അതെങ്ങനെ സാധിക്കുന്നു? മനുഷ്യന്റെ തലയുടെ പ്രവർത്തന ശൈലിയല്ല മറ്റു ജീവികളുടെ. അറിവുള്ളവർ ഈ വ്യത്യാസത്തെ പറ്റി ഒന്ന് കമന്റ് ഇടണേ. മോനെ ബാബു, നീ എങ്ങോട്ടാ മുങ്ങാൻ നോക്കുന്നത്? അത് വേണ്ട, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കാണേണ്ടതാണ് ഈ അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് ഉഷർ കൂടുന്നുണ്ടോന്നൊരു സംശയം.
കുടുംബം തകർക്ക എന്ന് പറഞ്ഞാൽ ബാബുവിന്റെ കൊട്ടാരം തകർക്കണം. അതാരംഭിച്ചു കഴിഞ്ഞു. ആ കാഴ്ച നോക്കൂ നോക്കൂ. അതിൽ അവന്റെ ചെറിയ മക്കളുണ്ടായിരുന്നു. അതും നശിച്ചു കഴിഞ്ഞു. കുടുംബം തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലയില്ലാത്ത പുള്ളിക്ക് എന്താ ശൗര്യം. എപ്പോഴാണ് ഇവന്റെ ധാർഷ്ട്യം തീരുന്നത്? അധികം ഇനി പൊറപ്പിക്കാനാവില്ല. സമ്മതിക്കുന്നില്ല. തലയില്ലാത്തതാണ് നോക്കണം. എനിക്ക് വാലിൽ നിന്നോണം. ഒതുങ്ങി അവസാനിക്കുന്നു. ബാബു കടന്നു പോകുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഒരു കാര്യം പറയട്ടെ, കുറച്ചു നാൾ മുമ്പ് ഗുഡല്ലൂരിലെ സൂചിമല കയറുമ്പോൾ കടലിന്റെ കുത്തേറ്റ് മരണമടഞ്ഞ സാബിർ എന്നും നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. സൂക്ഷിക്കുക. ഈ സംഭവത്തെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. Watch this video on YouTube, like, share, subscribe and press the bell icon.